സാക്ഷാർത്ഥമായി അവതാരമായി വന്ന സുദിനമാണ് മേടമാസത്തിലെ പൂരം നക്ഷത്രം. ഇന്ന് ആ പൂരം ജന്മ നക്ഷത്ര മഹോത്സവ ദിനമാണ്. കഴിഞ്ഞ 9 ദിനങ്ങളിലായി ഉന്നതമായ കർമ്മങ്ങളിലൂടെ ഒരുക്കപ്പെട്ട് ഭക്തമാനസങ്ങളിൽ ആനന്ദമാടി ജഗദീശ്വരൻ എഴുന്നള്ളി നിലകൊള്ളുന്ന സമയമാണിപ്പോൾ. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ തലേ ദിവസം മഹാഘോഷയാത്ര നടത്തി. ഇന്നലെ നടന്ന ഘോഷയാത്രയിൽ പങ്കെടുത്തവരാരെങ്കിലും കൂട്ടത്തിലുണ്ടോ? എങ്ങനെയായിരുന്നു ഘോഷയാത്ര നടന്നത്? ചൂട് നിങ്ങളാരെങ്കിലും അറിഞ്ഞോ? തണുത്ത കാലാവസ്ഥ അല്ലേ? ഈ അതികഠിനമേറിയ താപത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് ഇരന്ന് പ്രാർത്ഥിച്ച് നമ്മൾ യാത്ര ആരംഭിച്ചപ്പോൾ ദൈവം കുടപിടിച്ചു. എൻ്റെ ഭക്തലോകത്തെ ചൂടറിയിക്കാതെ കൊണ്ടുവന്നു. ആനന്ദ നടനമാടി സർവശക്തി നടത്തി ഉന്നതമായ ഘോഷയാത്ര. ഇന്ന് നമുക്ക് പ്രകാശയാത്ര നടത്തണം. പ്രകാശയാത്ര, 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 ശുഭാനന്ദാദർശ പ്രകാശയാത്ര, 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 സർവജ്ഞാനോത്സവ പ്രകാശയാത്ര, 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 സർവജ്ഞാനോത്സവ പ്രകാശയാത്ര. ഏറ്റവും മനോഹരമായി, ഏറ്റവും ആനന്ദമായി അതും നമുക്ക് നടത്തണം. അത് വൈകുന്നേരമാണ്. അതുവരെ നമുക്ക് ഗംഭീരമായ പല പരിപാടികളുമുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ആരാധനയാണ്. ആരാധന തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും വീണ്ടും ഒന്നുകൂടി ഒരുങ്ങി ഈ ആശ്രമ സന്നിധാനത്തിൽ നിന്നും തിരിച്ച് ജന്മശതാബ്ദി സ്മാരക സൗധവും തപോശതാബ്ദി സ്മാരക ഗോപുരവും ചുറ്റി ഇവിടെ പ്രവേശിക്കുമ്പോൾ ഞാൻ വീണ്ടും ആശ്രമത്തിൽ പ്രവേശിച്ച് ആരാധന നടത്തും. അവിടെ നമുക്ക് ആരാധിച്ചാനന്ദിക്കാം, ആരാധിച്ചാനന്ദിക്കാം. ആരാധ്യനിടയുണ്ട് ഈ ലോകത്തിൽ അവതാരമായി വന്നു. നമുക്ക് ഒത്തൊരുമിച്ച് തിരുനാമങ്ങൾ സ്തുതിച്ച് ആരാധിച്ച് ആനന്ദിക്കാം. അത് കഴിയുമ്പോൾ സമൂഹ സദ്യ, ജന്മനക്ഷത്ര സമൂഹ സദ്യ. ഉന്നതനാകുന്ന ദൈവം ആ തിരുഹൃദയത്തിൽ നൊന്ത് 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 ഭക്തലോകത്തിലേക്ക് ദാനം ചെയ്ത അന്നദാനം, അത് ഭുജിച്ചുകൊണ്ട് നമ്മൾ സമ്മേളന വേദിയിൽ പ്രവേശിക്കും. അത് കഴിഞ്ഞാണ് നമ്മൾ പ്രകാശയാത്ര നടത്തുന്നത്. അത് കഴിഞ്ഞ് സേവയും സംഗീത സദസ്സും എല്ലാം ഉണ്ട്. അതെല്ലാം അതിൻ്റെ പടി അനുസരിച്ച് കൃത്യമായി നടക്കട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിൻ്റെ അറിവിൽ കൂടി ഏകോപിച്ച് നിന്നുകൊണ്ട് നിങ്ങളിതെല്ലാം അനുഭവിക്കുക, ആനന്ദിക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ആദർശത്തിലേക്ക്, സന്യാസ സംഘത്തിലേക്ക് 2 പേരെ കൂടി ചേർത്ത് കാഷായ വസ്ത്രം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഇവിടേക്ക് പ്രവേശിച്ചത്. അവരെ ആ കാഷായ വസ്ത്രം കൊടുത്ത് ഈ ആദർശ കർമ്മങ്ങൾക്കായി സ്വീകരിക്കുമ്പോൾ ഉന്നതനാകുന്ന ദൈവം അവരുടെ ഉള്ളും പുറവുമായി നിന്ന് ഈ ആദർശത്തെ മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുവാൻ തക്ക വിധത്തിൽ ചിന്തയും വാക്കും കർമ്മവും സർവദാ ശുഭാനന്ദമായി ഭവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആ കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം അവരെ അനുഗ്രഹിക്കുവാനാകട്ടെ. പ്രദേശത്ത് ഉള്ള ആളാണ്. ആനന്ദജി ഗുരുദേവന്റെ കാലത്ത് ഈ മഹാദേവാലയത്തിൽ വന്ന് ആദർശം സ്വീകരിച്ച് പ്രവർത്തിച്ചു വരവേ അല്പകാലം നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. അദ്ദേഹം മറ്റൊരു സ്ഥാപനം നിർമ്മിച്ച് അവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് വീണ്ടും ഇവിടെ നമ്മളെ സമീപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് കാഷായം കൊടുത്ത് ഉന്നതമായ ഈ ആദർശത്തിലേക്ക് ചേർക്കുകയാണ്. ധീരധീരം ഉന്നതമായ കർമ്മങ്ങൾ ചെയ്യുവാൻ, സർവ്വ കുറവുകളും മഹാശക്തി ക്ഷമിച്ച് ഉന്നതമായ കർമ്മങ്ങൾ ചെയ്യുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.
അടുത്തത് ശൂരവക്കാണി സ്വദേശിയായ വിജയൻ ഭക്തനാണ്. വിജയൻ ഭക്തനെ നിങ്ങളിൽ കൂടുതൽ ആളുകൾക്കും അറിയാം. നമ്മുടെ ദയാനന്ദ സ്വാമിയുടെയും ഇപ്പോഴത്തെ നമ്മുടെ മാനസാന സ്വാമിയുടെയും അനുജനാണ് അദ്ദേഹം. അവിടെ നമ്മുടെ ശൂരവക്കാണിയിലുള്ള സ്ഥാപനത്തിൻ്റെ മിക്കവാറും എല്ലാ കർമ്മങ്ങളും അദ്ദേഹമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ആളുകൾ വളരെ കുറവാണ്. സെക്രട്ടറി സ്ഥാനം അദ്ദേഹമാണ് വഹിക്കുന്നത്. പൂജാ കാര്യങ്ങൾ കൂടുതൽ സമയം ചെയ്യുന്നത് അദ്ദേഹമാണ്. അവിടുത്തെ മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഈ കാഷായ വസ്ത്രം കൊടുത്ത് കൂടുതൽ ഊർജ്ജസ്വലനായിരുന്നുകൊണ്ട് ഉന്നതമായ കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഞാൻ നിയോഗിക്കുകയാണ്. മഹാശക്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചിങ്ങവനത്തെ പവനൻ ഭക്തൻ, ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർവ്വനാമം, പവനൻ. പവനൻ ഭക്തൻ ഇപ്പോൾ ആത്മബോധോദയ സംഘത്തിലെ സന്യാസ സംഘത്തിൽ അംഗമായിരിക്കുകയാണ്. ഇപ്പോൾ മുതൽ ഗുരുവിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് ഗുരുകർമ്മങ്ങളെ പ്രചരിപ്പിച്ച് ഗുരുരൂപത്തെ മറ്റുള്ളവരിൽ പ്രകാശിപ്പിക്കുവാൻ തക്കത്തിൽ എൻ്റെ നാമവും എൻ്റെ വേഷവും കൊടുത്താണ് നിയോഗിക്കുന്നത്. ഇന്നത്തെ സന്യാസിമാർക്കെല്ലാം കൂടുതൽ ആളുകൾക്കും, കൂടുതലെന്നല്ല എല്ലാവർക്കും തന്നെ, ആനന്ദൻ അല്ലെങ്കിൽ അതേപോലെ ദൈവത്തിൻ്റെ ഗുണങ്ങൾ ചേർത്ത, ദൈവത്തിൻ്റെ നാമം ചേർത്ത് പേര് കൊടുക്കുമ്പോൾ, ആ വേഷം കൊടുക്കുമ്പോൾ, ആ വേഷത്തിനും നാമത്തിനും പ്രാപ്തരായി തീരുവാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അത് സ്വന്തം കർമ്മം കൊണ്ട് പ്രാപ്തമാക്കി തീർക്കുവാൻ ദൈവം അദ്ദേഹത്തെ അനുവദിക്കട്ടെ. അദ്ദേഹത്തിന് സച്ചിദാനന്ദൻ എന്ന പേര് വരുന്നത്. സ്വാമി സച്ചിദാനന്ദൻ, സ്വാമി സച്ചിദാനന്ദൻ. വിജയൻ ഭക്തനെയും നമ്മുടെ സന്യാസ സംഘത്തിലേക്ക് ചേർക്കുകയാണ്. ഉന്നതമായ ഈ ആദർശത്തെ പുലർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എങ്കിലും കൂടുതൽ ശ്രേഷ്ഠമായി, കൂടുതൽ ഉന്നതമായി കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും അനേകങ്ങളിലേക്ക് ഈ ആദർശത്തെ എത്തിക്കുവാൻ സർവശക്തി അനുവദിച്ച് അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തെ സന്യാസ സംഘത്തിൽ ചേർത്ത് സ്വാമി ശാന്താനന്ദൻ എന്ന് നാം പറയുന്നു. സ്വാമി ശാന്താനന്ദൻ, സ്വാമി ശാന്താനന്ദൻ.
കളിയാടുന്ന കണ്ണ കണ്ണ, എൻ്റെ അല്ലലകറ്റിയിടുന്ന കണ്ണ കണ്ണ. മഹാശക്തിയുടെ ദിവ്യരൂപത്തെ ആത്മലോകത്തിന് കാണുവാൻ തക്ക വിധത്തിൽ മഹാശക്തി തന്നെ അവതാരമായി വന്ന സുദിനമാണ് മേടമാസത്തിലെ പൂരനക്ഷത്രം. ഇത് ഘോഷിക്കുന്നത് ആത്മലോകത്തിന് പരമഭാഗ്യമാണ്. ഇത് ഉള്ളുംപുറവുമായി അറിയുകയും ആഘോഷിക്കുകയും വേണം. ഉള്ളിൽ ഈ ജ്ഞാനത്തെ ഗ്രഹിച്ച് സൽക്കർമ്മങ്ങളിൽ കൂടി സൽഫലം സമ്പാദിച്ച് ആത്മാവ് ഉണരുന്നതാണ് ഉള്ളിലെ പൂരം. പുറമേ ബാഹ്യമായ ഒരുക്കങ്ങൾ നടത്തി അനേകങ്ങളിലേക്ക് ഇത് പ്രകാശിക്കുവാൻ തക്ക വിധത്തിൽ നിഷ്കളങ്ക ഭക്തിയോടുകൂടി ഇതിനെ പ്രവർത്തിപ്പിക്കുന്നതാണ് പുറമേയുള്ള പൂരം. ഇങ്ങനെ ഉള്ളും പുറം ഒരുപോലെ പൂരം കാണുവാൻ കഴിവുള്ളവർക്കാണ് ആത്മാവിന്റെ ഉടമസ്ഥനാകുന്ന ജഗദീശ്വരനോട് ചേർന്ന് ആനന്ദിക്കുവാൻ കഴിയുന്നു. അങ്ങനെ ആനന്ദിക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേര് കൂട്ടത്തിലുണ്ട്? അങ്ങനെയാണെങ്കിൽ ആരാധിച്ചാനന്ദിക്കാം.
എന്തെല്ലാം ചെയ്യണം? ആരാധിച്ച് ആരാധിക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം? ആരാധന എത്രാമത്തെ പടിയാണ്? ആരാധന എത്രാമത്തെ പടിയാണ്? അറിവ്, കുറച്ച് പറ. എത്രാമത്തെ പടിയാണ്? ഈ 4-ാമത്തെ പടിയിൽ എത്തിയവരാണോ എല്ലാവരും? 4-ാമത്തെ പടിയിൽ എത്തിയവരാണോ എല്ലാവരും? അറിവ് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടോ? അറിവ് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടോ? ആനന്ദം വേണമെന്ന് പറഞ്ഞ് എല്ലാവരും കൈപൊക്കി. അറിവ് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടോ? അറിവ് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടോ? ആചാരകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ? ആചാരകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ? ഹൃദയം വിശുദ്ധമായിട്ടുണ്ടോ? ഹൃദയം വിശുദ്ധമായിട്ടുണ്ടോ? എങ്കിൽ മാത്രമേ ആരാധിച്ച് ആരാധിക്കാൻ പറ്റൂ. എങ്കിൽ മാത്രമേ അതാണ് കലിയുഗത്തിലെ നിയമം. സപ്തസോപാനങ്ങളിലൂടെ നാമസങ്കീർത്തന രൂപമാകുവാനാണ് ദൈവം നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. അറിവാചാരം വിശുദ്ധി ആരാധനയും വേണമോ? എന്നാൽ ഈ സന്നിധാനത്തിലേക്ക് വരുന്ന എല്ലാ ഹൃദയങ്ങളും ആനന്ദിക്കുന്നുണ്ട്. ഉണ്ടോ? അങ്ങനെ സമ്മതമുള്ളവർ വീണ്ടും കൈ ഉയർത്തി കാണിച്ച് ഇന്ന് കൈ അടിച്ചു കേട്ടോ. എങ്ങനെയാണ് ഇത് ലഭിക്കുന്നത്? അതാണ് കാരുണ്യം. കാരുണ്യവാരിധിയാകുന്ന ദൈവം കരുതലോടെ ദാനം ചെയ്യുന്നതാണ് ഈ ആനന്ദം. അപ്പൊ ഇത് താൽക്കാലികമായി ഇത് തരുന്നത് എന്തിനാണ്? സ്ഥിരമായി വേണമെന്ന ആഗ്രഹത്തോടുകൂടി നീ അറിവിൽ കൂടി ആചരിച്ച് വിശുദ്ധനായി തീരാൻ വേണ്ടിയാണ്. ആനന്ദം വേണമെന്ന ആഗ്രഹമുള്ളവർ കണ്ണന്റെ ഇച്ഛകൾ ചെയ്യുകൊള്ളാം. നിത്യാനന്ദം തന്നിൽ കാണാമല്ലോ. അപ്പൊ ഇച്ഛ ചെയ്ത് ജീവിച്ചാൽ നിത്യാനന്ദം ഉണ്ടാകും. ആ ഇച്ഛ എന്താണ്? അതാണ് തന്നിരിക്കുന്ന അറിവ്. ഈശ്വരൻ തന്റെ തിരുഹൃദയം തുറന്ന് ലോകത്തിലേക്ക് പ്രകാശിപ്പിച്ച സർവജ്ഞാനത്തെയാണ് അറിവായി തന്നിരിക്കുന്നത്. ആ സർവജ്ഞാനത്തെ ഗ്രഹിച്ച് അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആചാരമാകും. ആചാരം ചെയ്യുന്നവരുടെ ഹൃദയമാണ് വിശുദ്ധമാകുന്നത്. വിശുദ്ധമായ
വിശുദ്ധമായ ഹൃദയത്തിൽ ആരാധന നടക്കുന്നു. വിശുദ്ധമായ ഹൃദയത്തിൽ ആരാധന നടക്കുന്നു. വിശുദ്ധരായി തീർന്നവരാരും പിന്നെ ആരെയും ദുഷിക്കുകയില്ല. വിശുദ്ധരായി തീർന്നവരെ പിന്നെ ആരെയും ദുഷിക്കുകയില്ല. ആരുടെയും ഒരു കുറ്റവും അവർ കാണുകയില്ല. ആരുടെയും ഒരു കുറ്റവും അവർ കാണുകയില്ല. അവർക്ക് എപ്പോഴും ആരാധന മാത്രമേ ഉള്ളൂ. അവർക്ക് എപ്പോഴും ആരാധന മാത്രം. അകമേയും പുറമേയും ആ സ്തുതി അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അകമേയും പുറമേയും ആ സ്തുതി. ആരിലെയും ഗുണവശങ്ങളെ ചിന്തിച്ചറിയുവാനും അതിനെ പ്രകീർത്തിക്കുവാനും അവർ എപ്പോഴും സമയം കണ്ടെത്തും. ആരുടെയും ഗുണവശങ്ങളെ ചിന്തിക്കുവാനും അതിനെ പ്രകീർത്തിക്കുവാനും അവർ എപ്പോഴും സമയം കണ്ടെത്തും. ഒരിക്കലും ആരുടെയും കുറ്റം എണ്ണുകയില്ല. ഒരിക്കലും ആരുടെയും കുറ്റം. കാരണം വിശുദ്ധരായി തീർന്നിട്ടുള്ളവർക്ക് അറിയാം. വിശുദ്ധരായി തീർന്നിട്ടുള്ളവർക്ക് അറിയാം. ഒരാളിന്റെ കുറ്റം ഏറ്റെടുത്ത് നമ്മൾ പറയുമ്പോൾ അതിനുള്ളതോ ഇല്ലാത്തതോ ആയിക്കൊള്ളട്ടെ, അതിനൊരു ഫലമുണ്ട്. അത് എന്റെ ഹൃദയത്തിൽ കളങ്കമുണ്ടാക്കുമെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഈ വിശുദ്ധ ഹൃദയനായി തീർന്ന ആൾ എപ്പോഴും ഈശ്വരനെ സ്തുതിച്ച് നന്മയെ ചിന്തിച്ചും ബന്ധിച്ചും ജീവിതം ചെയ്യും. അങ്ങനെ ജീവിക്കുമ്പോൾ ഈശ്വര ഗുണം വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരും. അപ്പോഴെന്തുണ്ടാകും? ആശ്വാസം ഉണ്ടാകും. ആരാധന കഴിയുമ്പോഴാണ് ആശ്വാസം ഉണ്ടാകുന്നത്. ആരാധനയിൽ കൂടി ആശ്വാസം അനുഭവിക്കുവാനാണ് ഈ ആത്മാക്കൾ ഓരോരുത്തരും ഇവിടേക്ക് വന്നു ചേർന്നത്. ഈ ആരാധനയിൽ കൂടി നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ കൃത്യമായ വഴികളിലൂടെ ജീവിതം ചെയ്താൽ നിത്യമായ ആശ്വാസം നിങ്ങൾ നിലനിൽക്കും. അങ്ങനെ നിത്യമായ ആശ്വാസം നിലകൊള്ളുമ്പോൾ ഈ ആശ്വാസത്തെ പകർത്തുന്ന കർമ്മമാണ് പിന്നെ നിങ്ങൾ കൂടി നടക്കുന്നത്. അതായത് ആചാര്യന്മാരുടെ കർമ്മം അതാണ്. മറ്റുള്ളവരിലേക്ക് ആശ്വാസം എത്തിക്കുക. ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ഒരു വിധത്തിലും ആർക്കും ഒരു ദുഃഖത്തിന് ഇടമുണ്ടാക്കാതെ ജീവിക്കുക. ദുഃഖവുമായി തന്നെ സമീപിക്കുന്നവർക്ക് ദുഃഖം ഒഴിവാക്കുവാനുള്ള ആശ്വാസ വചനങ്ങളും സന്മാർഗങ്ങളും പറഞ്ഞു കൊടുക്കുക. അപ്പോഴവർ ആശ്വാസം എന്ന പടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ആശ്വാസം അനുഭവിച്ചും ആശ്വാസം പകർത്തിയും ജീവിതം ചെയ്യുമ്പോൾ ആനന്ദം അനുഭവമാകുന്നു. ആനന്ദം അനുദിനം അനുഭവിപ്പാൻ അഖിലേശന്മാരുടെ ഞാൻ ശരീരത്തിൽ സുഖമായി വാഴണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അത് സത്യവുമാണ്, അത് ആവശ്യവുമാണ്. അങ്ങനെ ആത്മാർത്ഥമായി ചെയ്യുന്നവർക്ക് അത് അനുഭവമാവുകയും ചെയ്യും. എന്നാൽ അതിന് ആന്തരികമായുള്ള ഒരു അർത്ഥം ആനന്ദം അനുദിനം അനുഭവിക്കണമെങ്കിൽ ആത്മാവിൽ അഖിലേശൻ സ്ഥിരമായി വാഴണം. അത് അതിനുള്ളതാണ് ഇതെല്ലാം. അപ്പോൾ ആശ്വാസം എന്ന പടിയിൽ കൂടി കടന്ന് അതിനെ അനുഭവിച്ചും പകർത്തിയും ജീവിക്കുമ്പോൾ ആനന്ദം ആത്മാവിൽ അനുഭവമാകുന്നു. എന്തുകൊണ്ട്? ആത്മനാഥൻ ആത്മാവിൽ എഴുന്നള്ളി വാഴുന്നു. ആത്മനാഥൻ എഴുന്നള്ളി വാഴാത്ത ഹൃദയങ്ങൾ ഒന്നും ആനന്ദിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ഈ അനുഭവിക്കുന്ന ആനന്ദം ഏത് വിധത്തിലാണ് നിങ്ങൾ എത്തുന്നത്? നിങ്ങൾ കൃത്യമായി പൂർണ്ണജ്ഞാനം ഗ്രഹിച്ചവരല്ല. കേട്ടവരാണ്, ഗ്രഹിച്ചവരല്ല. ആചാര കർമ്മങ്ങൾ പൂർണ്ണമായി ചെയ്തവരല്ല. വിശുദ്ധരായി തീർന്നവരല്ല. ആരാധന നടത്തിയവരല്ല. നിരന്തരമായ ആരാധന ചെയ്യുന്നവരല്ല. കുടുംബങ്ങളിൽ ആരാധന നടത്തുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹൃദയത്തിൽ നടക്കുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ലോകത്തിൽ കാണുന്നവർ എങ്ങനെയാണ് ചെയ്യുന്നത്? കുറ്റമില്ലാത്തവരുടെയും
കുറ്റം കണ്ടുപിടിച്ചു പറയുകയാണ് ചെയ്യുന്നത്. കുറ്റമില്ലാത്തവരുടെയും കുറ്റം കണ്ടുപിടിച്ചു പറയുക. മറ്റൊരാളിനെ കുറ്റപ്പെടുത്തിയാണ് പലരും മിടുക്കരാവാൻ ശ്രമിക്കുന്നത്. അത് ആരാധനയല്ല, അത് അപരാധമാണ്. അപ്പോൾ അങ്ങനെയല്ല, ആരാധനയിൽ കൂടി ജീവിക്കണം. അങ്ങനെ ആരാധനയായവരല്ല, ആശ്വാസം അറിഞ്ഞവരല്ല, ആ ഗുരുവിൽ നിന്ന് ഇതെല്ലാം അനുഭവിക്കുന്നു എന്നല്ലാതെ ആ പടിയിൽ ഉയർന്നവരല്ല. ആനന്ദവും ആ വിധത്തിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ ആനന്ദം നിങ്ങളിൽ എത്തിയത് എന്ന് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക. എങ്ങനെയാണ് നമ്മളിൽ ആനന്ദം എത്തിയതെന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുക. എങ്ങനെയാണ് ചിന്തിച്ചത്? എങ്ങനെയാണ് ഇതിനെ അറിയുന്നത്? വീണ്ടും 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 നിങ്ങൾ ചിന്തിക്കണം. പ്രത്യക്ഷ ദൈവമേ, പ്രത്യക്ഷ ദൈവമേ, ആത്മാവിലാനന്ദം നൽകുന്ന ദൈവമേ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ വരിയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾ എങ്ങനെയാണ് ആനന്ദം അനുഭവിക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് ആനന്ദം അനുഭവിക്കുന്നത്? ഒരാൾക്കെങ്കിലും പറയാം. കണ്ണനെ ഞാൻ കാണുന്നു, എൻ കണ്ണാലെ ഞാൻ കാണുന്നു, ഈ ഓരോ കർമ്മങ്ങളിലും ഇടപെടുമ്പോൾ നിങ്ങളിൽ ആനന്ദം എത്തുന്നത് എന്തുകൊണ്ടാണ്? അവതാരമായി ഗുരു അവതാരമായി
കണ്ടുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേരുന്നവർക്ക് ആനന്ദം ഉണ്ടാകുന്നത്. നിഷ്കളങ്ക സ്വരൂപനാകുന്ന പരമഗുരു ഇവിടെ പ്രത്യക്ഷമായി വാഴുന്നതുകൊണ്ടാണ് വന്നുചേരുന്നവർക്ക് ആനന്ദമുണ്ടാകുന്നത്. സത്യമാണെന്ന് അംഗീകരിക്കുന്നവരെന്ന് കൈ അടിച്ചു കേട്ടാൽ ഈ വളരെ നിസ്സാരമായി വളരെ യാതൊരുവിധ കർമ്മങ്ങളും ഇല്ലാതെ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ കഠിനാധ്വാനം ഇല്ലാതെ തന്നെ ഈ ആനന്ദം ലഭിക്കുന്നതിന് തക്കവിധത്തിലുള്ള കൈ നിങ്ങൾ ഇപ്പൊ അടിച്ചോ? ആനന്ദം ലഭിക്കുന്നതിന് തക്കവിധത്തിലുള്ള കൈ നിങ്ങൾ അടിച്ചില്ല. വളരട്ടെ ശുഭാനന്ദാദർശം വളരട്ടെ ശുഭാനന്ദാദർശം വളരട്ടെ. സർവാത്മാക്കൾക്കും ദർശനമേകുവാൻ സർവാത്മാക്കൾക്കും സ്പർശനമേകുവാൻ സർവാത്മാക്കളെയും അനുഗ്രഹിക്കുവാൻ സർവാത്മാക്കളെയും ആനന്ദിപ്പിക്കുവാൻ കലിയുഗ ഖഡ്ഗിയായി താൻ അവതാരമായി വന്ന സുദിനമാണ് നമ്മളിപ്പോൾ ഘോഷിക്കുന്നത്. ഉന്നതമായ ആഘോഷ പരിപാടികളിലൂടെ ഈ വിധത്തിൽ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ നടത്തുവാൻ പരിചയിപ്പിച്ചതാരാണ്? ദൈവം തന്നെയാണ്. ദൈവത്താൽ സ്ഥാപിച്ച് ദൈവം നടത്തുന്ന മഹാദേവാലയമാണ് ശുഭാനന്ദാദർശം. ഇത് ഭക്തലോകത്തിന്റെ പരമഭാഗ്യമാണ്. നഷ്ടമാക്കി കളയാതെ അറിയിക്കുന്ന അറിവുകളെ ആദര സമന്വിതം സ്വീകരിച്ച് ഭക്തിയോടുകൂടി ജീവിതം ചെയ്ത് നിഷ്കളങ്ക സ്വരൂപനെ അകതാരിൽ വരുത്തി വെച്ച് ആനന്ദിക്കാം. നമുക്ക് ആനന്ദിക്കാം. സൽഗുരു നാമത്തിൽ ആനന്ദിക്കാം. ഭക്തിയുള്ളവരായി ജീവിക്കുന്നവർക്ക്
നിരന്തരം ഈ ആനന്ദാത്മാവിനെ അനുഭവിക്കുവാൻ കഴിയും. അങ്ങനെ നിത്യമായി ആനന്ദം അനുഭവിക്കുന്നവരാണ് നിത്യാനന്ദ രാജ്യത്തിൽ ചേരുന്നത്. അങ്ങനെ നിത്യാനന്ദ രാജ്യത്തിൽ എത്തിച്ചേരുവാൻ നിത്യാനന്ദ സമ്പൂർണനാകുന്ന ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ കഴിഞ്ഞ 10 ദിവസങ്ങളിലായും അതിനും മാസങ്ങൾക്ക് മുമ്പേ മുതലും വിവിധ വിധത്തിലുള്ള നേർച്ചകൾ ഈ പൂരം നക്ഷത്രത്തിനായി എന്റെ സന്താനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അർപ്പിച്ചു. എല്ലാം ഞാനിത് സ്വീകരിച്ചിരിക്കുന്നു. എല്ലാവരെയും ആളാം പ്രതി അനുഗ്രഹിക്കട്ടെ. ആപത്തൊഴിഞ്ഞ് ആനന്ദമായി ജീവിക്കുവാൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത വർഷം ഇതിലുപരിയായ ഓരോ കർമ്മങ്ങൾ നടത്തുവാൻ നിങ്ങളെ ഈശ്വരൻ കരുതുമാറാകട്ടെ. സുഖമില്ലാതെ ഭവനങ്ങളിൽ ഇരിക്കുന്നവരും വരുവാൻ യാതൊരു നിർവാഹമില്ലാതെ കഴിയുന്നവരും ഒക്കെ ഓരോ ദേശങ്ങളിൽ ഓരോ രാജ്യങ്ങളിലും ഇരുന്ന് അങ്ങനെ ഹൃദയം നൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓ, എന്റെ ഗുരുവിന്റെ ജന്മദിനത്തിന് പോകാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. അങ്ങനെ ഹൃദയം നൊന്ന് വിളിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും ഞാനിതാ എഴുന്നള്ളുന്നു. എല്ലാ ഹൃദയവും ആനന്ദിക്കുമാറാകട്ടെ. എല്ലാ ഹൃദയവും ആനന്ദിക്കുമാറാകട്ടെ. എല്ലാ രാജ്യവും ആനന്ദിക്കുമാറാകട്ടെ. ഇന്നേ ദിവസം UAE എന്ന രാജ്യത്ത് ഹിന്ദുക്കളുടേതായി നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ ക്ഷേത്രത്തിൽ ഈ പൂരം നക്ഷത്രത്തിന്റെ പ്രകാശയാത്ര നടക്കുന്ന സമയത്ത് നമ്മുടെ സന്താനങ്ങളെ അവിടെ ക്ഷണിച്ചിരിക്കുകയാണ് കീർത്തനങ്ങൾ പാടുന്നതിന് വേണ്ടി. ഇതൊക്കെ ദൈവത്തിന്റെ നടത്തിപ്പായി മനസ്സിലാക്കുന്നവർ അനുഭവിക്കുന്നവരെന്ന് കൈയടിച്ചു കേട്ടേക്കാം. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ശുഭാനന്ദ നാമം പാടി സ്തുതിക്കുവാൻ, ശുഭാനന്ദ നിയമം പാലിച്ചു ജീവിക്കുവാൻ ഈശ്വരൻ അവസരം ഒരുക്കുമാറാകട്ടെ. അവിടെ ഇന്ന് നടക്കുന്ന കർമ്മങ്ങളിൽ ആ ക്ഷേത്ര ഭാരവാഹികൾക്ക് പോലും ആനന്ദമുണ്ടാകുവാൻ ഞാനും എന്റെ ദൂതന്മാരും ഇവിടേക്ക് എഴുന്നള്ളുകയാണ്. ഞാനും എന്റെ ദൂതന്മാരും എഴുന്നള്ളുകയാണ്. അവർക്ക് അനുഭവമാകുമാറാകട്ടെ. എല്ലാ കർമ്മങ്ങളിലും ഉന്നതമായ ആനന്ദ നടനം അനുഭവമാകുമാറാകട്ടെ. ഈ സർവജ്ഞാനോത്സവത്തിന്റെ വേളയിൽ മനോഹരമായി പൂരം നടത്തിയ മഹാശക്തിയെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. എന്തെല്ലാം ഒരുക്കങ്ങൾ, എന്തെല്ലാം കർമ്മപരിപാടികൾ, എന്തെല്ലാം കലാപരിപാടികൾ, ഏതെല്ലാം വിധത്തിൽ സമ്മേളനങ്ങൾ, സെമിനാറുകൾ, മത്സരങ്ങൾ, എന്ന് വേണ്ട എന്തെല്ലാം കാര്യപരിപാടികളോടുകൂടി ഈശ്വരൻ ഒരുക്കി നടത്തി. ഇനിയും സമ്മേളനമുണ്ട്. അത് കഴിഞ്ഞാണ് പ്രകാശയാത്ര. അത് കഴിഞ്ഞ് സേവയും സംഗീത സദസ്സുമുണ്ട്. എല്ലാം ഈശ്വര സ്വീകരണമായി ഭവിക്കട്ടെ. ഈശ്വരൻ ആനന്ദിക്കുമാറാകട്ടെ. അത് ആത്മലോകത്തിന് അനുഭവമാകുമാറാകട്ടെ. ഈ പ്രകാശയാത്രയ്ക്ക് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്തു നിന്ന് നമ്മൾ ആരംഭിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ഭക്തജനങ്ങളെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാനൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ആ വാഹനമുള്ള ആളുകൾ ഭക്തജനങ്ങളെ അവിടെ കൊണ്ടുവന്ന് എത്തിക്കണം. നിങ്ങളുടെ വാഹനം എന്റെ വാഹനമാണ്. ഒരു സൈക്കിൾ പോലും ഇല്ലാതിരുന്ന ഈ സ്ഥാനത്ത് ഈ വിഷുവിന്റെ ദിനത്തിൽ ഈ പരിസരം മുഴുവൻ വാഹനങ്ങളായിരുന്നു. അതിൽ വാടകയ്ക്ക് വിളിച്ചുകൊണ്ടുവന്നത് കുറച്ച് വാഹനങ്ങളെ ഉള്ളൂ. ബാക്കിയെല്ലാം എന്റെ സന്താനങ്ങളുടെ വാഹനങ്ങളായിരുന്നു. അതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. കാരണം ഞാൻ നെഞ്ചുതൊന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കർമ്മങ്ങൾക്ക് അത് ഉപയോഗിക്കുമ്പോഴാണ് ആ വാഹനത്തിനും വാഹനത്തിന്റെ ഉടമസ്ഥർക്കും അതിന്റെ പൂർണ്ണത അനുഭവിക്കുവാൻ പറ്റും. അങ്ങനെ എല്ലാം ഉന്നതമായി ദൈവം ഒരുക്കി നടത്തുമാറാകട്ടെ. ഉന്നതമായ നമ്മുടെ മഹാഗോപുരം അതിന്റെ 5ാം നിലയിൽ എത്തി നിൽക്കുമ്പോൾ അതിന്റെ ചിത്രവനം എന്ന മതിലിന്റെ പണി ആരംഭിച്ചിരിക്കുന്നു. ഇനി അനേകം ശില്പങ്ങൾ അതിലേക്ക് ചേരാനുണ്ട്. അതിന്റെ നിർമ്മാണം
പൂർത്തീകരിക്കപ്പെടുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ വിധത്തിൽ പൂർത്തീകരിക്കപ്പെടും. മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാശക്തി അനുഗ്രഹിക്കും. അതിന്റെ സമ്പൂർണമായ രൂപത്തെ ഒരു മർത്യജന്മത്തിന് സ്വീകരിക്കത്തക്കതല്ല, ഒരു ആത്മാവിലേക്ക് സ്വീകരിക്കത്തക്കതല്ല. എന്നാൽ ദൈവം നിയോഗിച്ച് നിലനിർത്തിയപ്പോൾ വിശുദ്ധമായി തീർന്ന ഒരു ആത്മാവിലേക്ക് അതിന്റെ പരിപൂർണ രൂപത്തെ പ്രകാശിപ്പിച്ച് അത് ശില്പികളിലേക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ തക്ക വിധത്തിൽ ആത്മദീപമായ ഒരു ആത്മാവിനെ നിലനിർത്തിയിരിക്കുന്നു. അതിൽ കൂടിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുന്നതമായ നിലയിൽ ആത്മദീപമായി നിലകൊള്ളുവാൻ, ആത്മാനന്ദ ദീപമായി പ്രശോഭിക്കുവാൻ മഹാശക്തി അനുഗ്രഹിക്കട്ടെ. അതുപോലെ രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ആ നടക്കുന്ന കർമ്മം എന്താണെന്ന് ഇന്നും മർത്യജന്മങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എത്രയോ വർഷം മുമ്പ് തീരുമാനിച്ച തീരുമാനം, അപ്പോൾ ശബ്ദിച്ച ആ ശബ്ദം നാദബ്രഹ്മമായി പ്രകൃതിയിൽ ലയിച്ചു നിന്ന് ഇപ്പോഴിതാ ശക്തിബ്രഹ്മമായും അത് ജ്ഞാനബ്രഹ്മമായും തിരിച്ചിതാ കർമ്മരൂപത്തിലും ആ സ്ഥൂലാകൃതിയിലേക്ക് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകം ഉളവായതുപോലെ തന്നെയാണ് സങ്കല്പവേദിയിൽ നിന്ന് ഈ ലോകത്തെ ഉളവാക്കിയതുപോലെ ആ മഹാഗോപുരവും ഉളവായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സവിശേഷ രൂപങ്ങളെയും അതിന്റെ ശക്തി വൈഭവങ്ങളെയും തിരിച്ചറിയുവാൻ പ്രാപ്തിയുള്ള നിയമസന്താനങ്ങൾ നിങ്ങളിൽ കൂടി ജന്മമെടുത്ത് ഈ ലോകത്തിൽ ഇവിടെ വരും. ആ നിങ്ങളുടെ പരമ്പരകൾ നിയമം പാലിച്ചു ജീവിക്കുന്നവർക്ക് ഉന്നതന്മാരായ ദേവീദേവന്മാർ നിയമസന്താനങ്ങളായി ജന്മമെടുക്കും. അവർ വന്നിത് കണ്ടറിയും, അവരിതിനെ പരിശോധിച്ചറിയും, എന്നിട്ട് വർണ്ണിക്കും. ഓ എന്താ അതിശയമേ ദൈവത്തിൻ വാഴ്ച ഏറ്റവും വേഗം പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. നമുക്ക് ഈ ആരാധന സമർപ്പിച്ചാൽ സദ്യയുണ്ട്. ഞാൻ പ്രഭാതത്തിൽ പറഞ്ഞതുപോലെ പൂരൻ ജന്മനക്ഷത്ര മഹോത്സവത്തിന്റെ സദ്യയാണ്. ഉന്നതനാകുന്ന ദൈവം ആദ്യ തിരുവുടലിൽ വാണിരുന്ന സമയത്ത് നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. 4 പേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ച സമയം, ഇന്ന് എത്ര ഇടത്താണ് ആഹാരം വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്? ഇത് ആരുടെ കാരുണ്യമാണ്? ഇത് പ്രത്യക്ഷ ദൈവത്തിന്റെ മഹാകാരുണ്യമല്ലേ? അത് പ്രസാദമായി പോയി അനുഭവിച്ച് ശാന്തമായ അന്തരീക്ഷത്തിൽ അവിടെ തിക്കും തിരക്കും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ആ എത്ര പേര് വന്നാലും കൊടുക്കത്തക്കോണം ഭക്ഷണമുണ്ട്. ഇപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനെ തീർന്നു എന്ന് വന്നാൽ തൊട്ടടുത്ത് തന്നെ ചെയ്യാൻ തക്കവിധം എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം ഒരുക്കി ദൈവം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ സർവലോകനാഥന്റെ മഹാകാരുണ്യത്താലും നിങ്ങളുടെ കർമ്മഫലത്താലും ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ അന്നദാനം അത് ഭക്തിയോടുകൂടി അനുഭവിക്കുമ്പോൾ മഹാശക്തി അനുഗ്രഹിക്കും. സവിശേഷമായ ഗുണങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഭവിക്കും. അങ്ങനെ എല്ലാത്തിൽ നിന്നും ആനന്ദ
ആനന്ദം കരസ്ഥമാക്കുവാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ ജന്മനക്ഷത്രം ആഘോഷിക്കുന്നത്. അങ്ങനെ എല്ലാത്തിൽ നിന്നും ആനന്ദം കരസ്ഥമാക്കുവാൻ വേണ്ടി വേണം നമ്മൾ നക്ഷത്രം ആഘോഷിക്കുന്നത്. അത് പ്രത്യേക മനഃശക്തിയോടുകൂടി നിന്നെങ്കിലേ നമുക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ. പ്രത്യേക മനഃശക്തിയോടുകൂടി നിന്നെങ്കിലേ നമുക്കത് അനുഭവിക്കാൻ പറ്റും. അല്ലെങ്കിൽ തൊടുന്നത് പ്രശ്നങ്ങളായി മാറും. അല്ലെങ്കിൽ തൊടുന്നത് പ്രശ്നങ്ങളായി മാറും. അടുത്തിരിക്കുന്ന ഒരാൾ നടന്നു പോയപ്പോ ഒരു ചവിട്ടി, അടുത്തിരിക്കുന്ന ആൾ നടന്നു പോയപ്പോൾ ഒരു ചവിട്ടി. ഇപ്പൊ ഇവിടെ അടിമ കിടത്താൻ വേണ്ടി ഇല ഇട്ടപ്പോ നേർച്ചക്കാരിന്റെ ഇടയിൽ കൂടെ കയറി വന്നു. അടിമകളെത്താൻ ഇലയിട്ടപ്പോൾ നേർച്ചക്കാർ ഇതിന്റെ ഇടയിലൂടെ കയറി. പൂജാരി സ്വാമി നോക്കിയപ്പോ ഇല കാണുന്നില്ല, ഇല ഇപ്പുറത്ത് വന്നു. എന്താ കാരണം? നേർച്ച തരാൻ വന്ന ആള് നേർച്ച തരുന്ന ശ്രദ്ധ മാത്രമേ ഉള്ളൂ, ഇല കിടക്കുന്നൊന്നും അവര് നോക്കിയില്ല. അത് അദ്ദേഹത്തിന്റെ മുണ്ടേ തട്ടി ഇപ്പുറത്ത് വന്നു. ഒരു പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ അത് മതി. അവിടെ ഒരു ഒഴിച്ചിലും ഇല്ലാതെ അങ്ങോട്ട് നീക്കി വെച്ച് വീണ്ടും കാര്യം അങ്ങ് നടത്തി. കാര്യം കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ ഓരോന്നും. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ ഓരോന്നിനെയും നോക്കിക്കാണുന്നത്, അങ്ങനെയാണ് അതിന്റെ അനുഭവം എത്തുന്നത്. ഒന്നുകൊണ്ടും മനസ്സിന് ഇണ്ടൽ വന്നിടരുതെന്ന് അകതാരിയിരിക്കുന്ന ഈശ്വരൻ നിയോഗിക്കുന്നു. പഴയ കീർത്തനം. അപ്രകാരം ഒരു വിധത്തിലും മനസ്സിന് ഇണ്ടൽ ഉണ്ടാകാതെ ജീവിക്കുവാനാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. അപ്പോൾ എല്ലാത്തിൽ നിന്നും നമുക്ക് ആനന്ദം സ്വീകരിക്കാൻ പറ്റും. അങ്ങനെ ആനന്ദപൂരമായി ഭവിക്കട്ടെ. ആനന്ദ സമ്പൂർണനാകുന്ന ദൈവം നിങ്ങളോടുകൂടി വാഴട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കീർത്തനം പാടുന്ന സമയത്ത് ഒരു ശകലം ക്ലേശം മനസ്സിന് തോന്നാതിരുന്നില്ല. കാരണം ഒച്ചയൊക്കെ ഒന്ന് അടച്ച് ഒരു വല്ലാത്ത സൗണ്ടും ഒക്കെ ആയി. ആരാധനയൊക്കെ നടത്തണമല്ലോ. എന്റെ സന്താനങ്ങൾ ഓടി വരുന്നത് എന്റെ ഒരു ശബ്ദം കേൾക്കാനാണല്ലോ എന്ന് ചിന്തിച്ചു. വലിയ പ്രയാസം കൂടാതെ ഇത്ര നേരം നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞു. അത് കേൾക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്കും ഉണ്ടായി. നിങ്ങളിൽ ആനന്ദമായി ഭവിക്കുവാനാണ്. നിങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ പ്രത്യക്ഷമായി സുഖമായി വാഴുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക.
നിന്ന് പോരുന്നുണ്ട് എങ്കിലും ആത്മീയ സംഘടന എന്ന നിലയിൽ ആത്മാവിന്റെ ഉടമസ്ഥൻ ദൈവം തന്നെ നേരിട്ട് വന്ന് ഒരു സംഘടന ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്കാർക്കും ദഹിക്കുന്നതല്ല എന്നതാണ് സത്യം. കാരണം ദൈവം എന്താണെന്നും ദൈവസങ്കല്പം എന്താണെന്നും അറിയാത്ത ഈ ലോകത്തിൽ ഞാനാണ് എല്ലാം എന്ന് അഹങ്കരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം തന്നെ പ്രത്യക്ഷമായി വന്നു നിന്നുകൊണ്ട് ഞാൻ ദൈവമാണെന്നും നിന്റെ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വര രൂപത്തെ തെളിയിച്ചറിയിച്ച് അനുഭവപ്പെടുത്താനുള്ള ജ്ഞാന വഴികളും കർമ്മ വഴികളും ബോധ്യപ്പെടുത്തി ആത്മാവിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്തുകൊണ്ട് ആത്മനാഥനായി വാഴുന്നത് താൻ തന്നെയാണെന്ന് അറിയിക്കുന്ന ആധ്യാത്മിക സംഘടനയാണ് ആത്മബോധോദയ സംഘം. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. കാരുണ്യവാദ്യം ദയാപരനും സത്യസ്വരൂപനും നമ്മളെയെല്ലാം ദേവാസി സർവ്വലോകത്തിനും സൃഷ്ടി നടത്തി നമ്മളെല്ലാം നമ്മളിൽ അതുപോലെ ആണെങ്കിലും എല്ലാ ചരാചരങ്ങളിലും അഭ്യസിക്കുന്ന പരമാത്മ സ്വരൂപനാകുന്ന ശുഭാനന്ദ രൂപം മനസ്സിലാക്കിച്ചുകൊണ്ടും ഭഗവാന്റെ തിരുശരീര വാഴ്ചകളായ ആനന്ദജീ ഗുരുദേവനെ പോറ്റിയും അതുപോലെ പ്രസാദ് ഗുരുദേവനെ പോറ്റിയും സദാനന്ദ സിദ്ധ ഗുരുദേവൻ പോറ്റിയും അതുപോലെ ഇന്ന് നമ്മൾക്ക് കണ്ണിലുണ്ണിയായി നമുക്ക് കാണപ്പെട്ട ദൈവമായി നമ്മളോടത്ത് ശുഭാനന്ദ രൂപം മിന്നിത്തിളകിക്കൊണ്ട് എല്ലാം ദാനം ചെയ്തുകൊണ്ട് ആദർശ പുരുഷനായും പറയുന്ന ആ പരമഗുരുവിൻ്റെ പാദം നന്ദിച്ചുകൊണ്ട് സാംസ്കാരിക സമ്മേളനത്തിൽ ഒരു വാക്ക് പറയുവാനായിട്ട് കാരണവാദിയാകുന്ന ജഗദീശ്വരൻ കരുണയിൽ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ഭഗവാൻ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളുടെ ശുഭാനന്ദ ആദർശത്തെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരികം എന്ന പദം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കാരണം അത് ലോകത്തിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർവ്വചരാചരങ്ങളെയും ഈശ്വരൻ സൃഷ്ടിച്ച കാലം മുതൽ അല്ലെങ്കിൽ മാനവരാശി ഈ ഭൂമിയിൽ വന്ന് ജന്മമെടുത്ത് അല്ല വിശിഷ്ടമായ ആ ചിന്താശക്തിയും ബോധവുമുള്ള അല്ലെങ്കിൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് ചിന്താശേഷി കൂടുതലുള്ള ഉത്കൃഷ്ട ജന്മങ്ങളായ മനുഷ്യർ ഈ ഭൂമിയിൽ വന്ന് ആ കുറേശ്ശെയായിട്ട് മനസ്സിലാക്കി വന്നപ്പോൾ ഈ സംസ്കാരം എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ശരിക്കും അതിൻ്റെ നിർവചനം എന്തെന്ന് ചോദിച്ചാൽ പലരും അതിനെ പല രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട്. ആത്മീയവും ഭൗതികവുമായ ഒരു സമൂഹത്തിൻ്റെ ജീവിതക്രമത്തെ അല്ലെങ്കിൽ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ പരിഷ്കൃത ജീവിതത്തെയാണ് ശരിക്കും നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. പലപ്പോഴും ആ വാക്ക് നമ്മൾ പറയാറില്ല നല്ല സംസ്കാര സമ്പന്നനാണ് അല്ലെ മോശമായ ഒരാളിനെ കുറിച്ച് പറയുന്നത് സംസ്കാര ശൂന്യനാണ് എന്നിങ്ങനെ പറയും. അപ്പൊ അതിന് ഒരു അളവ് മാനദണ്ഡം ഉണ്ടായിരിക്കും ആ സംസ്കാരം എന്നുള്ളതിനെ സംബന്ധിച്ച്. പലപ്പോഴും അത് നമുക്കറിയാം ഏതൊരു സംസ്കാരങ്ങളും സംസ്കാര സമ്പന്നം ആകുന്നതെന്ന് പറയുന്നത് അതിന് നിത്യമായ ചില അടിത്തറകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. നിത്യവും അനിത്യം എന്ന് പറയുന്നത് നിത്യം എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാൻ എന്ന് പറയുന്നത് നിത്യവസ്തു എന്ന് പറയുന്നത് ഇക്കാമം സൃഷ്ടികൾക്കെല്ലാം ജന്മം കൊടുത്ത ആ അറിവിന്റെ പൂർണ്ണരൂപമാകുന്ന ജഗദീശ്വര രൂപമാണ്. അതിൽ അടിത്തറയോടുകൂടി നിലകൊള്ളുന്ന ഭൗതികവും ആധ്യാത്മികതയും കൂട്ടിക്കലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഏതൊരു സമൂഹവും പരിഷ്കൃത സമൂഹം അല്ലെങ്കിൽ സംസ്കാര സമ്പന്ന സമൂഹം എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ജാതി വ്യവസ്ഥ അതിൻ്റെ എത്ര ക്രൂരമായ തലത്തിലാണ് നമ്മുടെ നാട്ടിൽ കുടികുത്തി വാണമെന്ന് കാണാൻ. ആ കാലം കേരള ചരിത്രത്തിന്റെ ഇരുണ്ട കാലമായി നമുക്ക് ഒരുപക്ഷെ വിശേഷിപ്പിക്കാം. ശുഭാനന്ദ ഗുരു ജനിച്ചതും ജീവിച്ചതും പ്രവർത്തിച്ചതും ജാതി വ്യവസ്ഥയുടെ ക്രൂരമായ അന്തരീക്ഷത്തിലായിരുന്നു എന്ന് നാം ഓർക്കുന്നത് വളരെയേറെ നല്ലതായിരിക്കും എന്നാണ് എനിക്കറിയുന്നത്. മനുഷ്യനെ അടിമകളായി കാണുന്ന ആ അടിമത്തത്തിന്റെ മനോഭാവത്തിൽ നിന്ന് അസമത്വവും കൊടുങ്കൂലിയും
വിനോദമാക്കി മാറ്റിയ ഒരു കാലത്താണ് സാമൂഹ്യ നവോത്ഥാന നേതാക്കന്മാർ, പരിഷ്കരണ വ്യക്തിത്വങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് മാറ്റത്തിനായി പ്രവർത്തിച്ചു. ഒരു കാലം ആളുകളെ കൊല്ലാനും കൈമാറ്റം ചെയ്യാൻ രാപ്പകൽ മൃഗങ്ങളെ പോലെ ജോലി ചെയ്യിക്കാൻ ഒരു വിഭാഗത്തിന് അധികാരമുണ്ടായിരുന്ന ക്രൂരമായ ജാതി വ്യവസ്ഥ. ആ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഒന്നായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യം. 100 വർഷം മുമ്പ് പട്ടിക്കും പൂച്ചയ്ക്കും സഞ്ചരിക്കാൻ കഴിയുന്ന വീതിയിലൂടെ മനുഷ്യന് സഞ്ചരിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ടപ്പോഴാണ് വൈക്കം സത്യാഗ്രഹം എന്ന മഹത്തായ സമരം കേരളത്തിൽ ആരംഭിക്കുന്നു. 1937 എല്ലാ മനുഷ്യനും എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ ആരാധിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ക്ഷേത്രപ്രവേശന സമരം കൊടുമ്പിരി കൊള്ളുന്നു. ജാതിയുടെ പേരിൽ ഒരു വലിയ വിഭാഗം ധരിക്കുന്ന വസ്ത്രം, ഇടുന്ന മാല, അവരുടെ ജീവിതം, അവർ കഴിക്കുന്ന ഭക്ഷണം, കഴിക്കുന്ന രീതി എല്ലാം ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലമായിരുന്നു പിന്നിട്ട കേരളം. ജാതി ബോധത്തിന്റെ ഭാഗമായി കടുത്ത ഉച്ചനീചത്വങ്ങൾ കേരളീയ സമൂഹത്തിൽ കൊടികുത്തി വാണു എന്ന കാര്യം നാം വിസ്മരിച്ചു. മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത് പട്ടിക്ക് കൊടുക്കുന്നതിനേക്കാൾ നീചമായി കുഴികുത്തി ഇലയിട്ട് അതിൽ ഭക്ഷണം കൊടുക്കുന്ന പ്രാകൃതമായ അപരിഷ്കൃതമായ സംസ്കാരത്തിന്റെ ഇന്നലകളെ ഓർമ്മപ്പെടുത്താൻ ശുഭാനന്ദ ഗുരുവിന്റെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നമുക്ക് വഴി കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജാതി വ്യത്യാസം കൊടികുത്തുവാണ് ആ കാലഘട്ടത്തിന്റെ നേർസാക്ഷിയായിരുന്നു ശുഭാനന്ദ ഗുരു. അത്തരമൊരു ഘട്ടങ്ങളിലാണ് ഈ ജാതി വ്യവസ്ഥയുടെ അടിമകളായി, അശക്തരായി, അവശ്യരായി, ഒന്നിനോടും പൊരുതി ജയിക്കാൻ കരുത്തില്ലാതെ നിരാലംബരും നിസ്സഹായരുമായി നിന്ന ഒരു ജനതയെ ഉദ്ധരിക്കാൻ ശുഭാനന്ദ ഗുരു സ്ഥാപിച്ച ആദർശമാണ് ആത്മബോധോദയ സംഘമെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക. അദ്ദേഹം വലിയ വിദ്യാഭ്യാസ മേൽക്കോയ്മയൊന്നും ഉണ്ടായിരുന്ന ആളല്ല എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന് ലഭിച്ച അറിവുകൾ, അനുഭവങ്ങൾ, ജീവിതത്തിലുടനീളം പകർന്നു കിട്ടിയ ദർശനങ്ങൾ, ആ ദർശനങ്ങളെല്ലാം താൻ ആരെയാണോ പ്രതിനിധീകരിക്കുന്ന ആ ജനവിഭാഗത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പകർന്നു നൽകാൻ, അതുവഴി മാനവരാശിക്ക് പകർന്നു നൽകാൻ ശുഭാനന്ദ ഗുരുദേവൻ കഴിഞ്ഞു. അതിനുവേണ്ടി അദ്ദേഹം ആത്മബോധോദയ സംഘം സ്ഥാപിക്കുകയും ചെയ്തു. ആത്മബോധോദയ സംഘം ആരംഭിച്ച് പ്രവർത്തനം തുടങ്ങി ആശ്രമങ്ങൾ സ്ഥാപിച്ചത് മുതൽ ധാരാളം ആളുകളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയും പഠിപ്പിക്കുകയും തൊഴിൽ പരിശീലനം കൊടുക്കുകയും സ്വയം പ്രാപ്തരാകാൻ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ഇതുവഴി സമൂഹത്തിൽ മാറ്റത്തിന് വിത്തുപാകാനും ശുഭാനന്ദ ഗുരുവിന് കഴിഞ്ഞു എന്ന് എടുത്തു പറയേണ്ട കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല, അടിമകളായ മനുഷ്യന്റെ കുടിലുകൾ സന്ദർശിച്ച് അവരോടൊപ്പം താമസിച്ച് അവരെ വെടിപ്പും വൃത്തിയുള്ളവരാക്കി മാറ്റി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശുഭാനന്ദ ഗുരുദേവൻ കഠിന പ്രയത്നം ചെയ്തു. അതും മാത്രമല്ല, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിലും പെട്ടുപോയ അവരെ വിമുക്തരാക്കി അറിവിന്റെ വെളിച്ചം, പ്രകാശം അവരുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകിയ മഹത്വ്യക്തിയായിരുന്നു ശുഭാനന്ദ ഗുരു എന്ന കാര്യം ഓർക്കാൻ ഞാൻ ഈ അവസരത്തിൽ
നിങ്ങളോട് പറയുക. കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു തലമുറ വളർന്നു വരൂ എന്ന സന്ദേശം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ശ്രീനാരായണ ഗുരു ലോകത്തോട് അഭ്യർത്ഥിച്ചെങ്കിൽ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർക്കാൻ, അവരുടെ തുടർന്നുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ അവരുടെ മാതാപിതാക്കളെ ഗുരുദേവൻ ഒരുക്കിയെടുത്തു എന്നതാണ് ഇന്ന് ആ സമൂഹം ഈ നിലയിലേക്ക് വളരാൻ ഇടയായ കാരണങ്ങളിലൊന്നും. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അടിമകളായി കരുതപ്പെട്ട ഒരു ജനതയുടെ ജീവിതത്തിൽ വൻ മാറ്റമാണ് വരുന്നത്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ, ഉൾക്കാഴ്ചയുള്ളവരാക്കി അവരെ മാറ്റാൻ ഗുരു പരിശ്രമിച്ചു. 1935 നവംബർ 10 മഹാത്മാഗാന്ധി തട്ടാരമെത്തിയപ്പോൾ അദ്ദേഹത്തെ വേദിയിൽ സ്വീകരിക്കുന്നതിനുള്ള മുഖ്യ ചുമതല ശുഭാനന്ദ ഗുരുദേവനായി. ആത്മബോധ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഗുരുദാസൻ നടത്തിയ പ്രഭാഷണം കേട്ട് സംപ്രീതനായ ഗാന്ധിജി സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി ഒരു ചെറിയ തുക നൽകിയത് ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഗുരു സ്ഥാപിച്ച ആത്മബോധ സംഘം ജാതിക്കും മതത്തിനും ഭാഷയ്ക്കുമെല്ലാം അതീതമായി മാനവരാശി ഒന്നായി കാണുകയും എല്ലാവരുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഗുരുവിന്റെ പാത പിന്തുടരുന്ന ശിഷ്യ സമൂഹത്തിൽ നൽകുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ, ഇവിടെ വരുമ്പോ അമ്പോറ്റിയെ കാണുമ്പോൾ ഗുരുവിന്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു പ്രത്യേക മാനസിക അവസ്ഥയാണ് നിങ്ങൾക്കും എനിക്കും സംഭവിക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ്. ഈ സ്ഥാപനം ഗുരുവിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക മാത്രമല്ല, ഈ സ്ഥാപനം സമൂഹത്തെ ചേർത്തു പിടിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ എന്റെ അഭിനന്ദനങ്ങൾ ഞാൻ എല്ലാ ഘട്ടങ്ങളിലും ഈ സ്ഥാപനത്തോടൊപ്പം അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യവും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ കാഴ്ചക്കാരെ പോലെ നിൽക്കുകയല്ല ഈ സ്ഥാപനം ചെയ്യുന്നു. അവരോടൊപ്പം സഞ്ചരിക്കാൻ ഇവിടുത്തെ സന്യാസിമാർ, ഇവിടുത്തെ മറ്റ് പ്രവർത്തകർ ആത്മാർത്ഥമായി പരിശ്രമിച്ച ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് സന്ദർഭങ്ങൾ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശുഭാനന്ദ ഗുരുദേവന് ശേഷം ശ്രീ ആനന്ദജി ഗുരുദേവൻ, ശ്രീ ഗുരുപ്രസാദ് ഗുരുദേവൻ, ശ്രീ സദാനന്ദ സിദ്ധ ഗുരുദേവൻ എന്നിവരിലൂടെ ഇന്ന് ദേവാനന്ദ ഗുരുവിലെത്തിയിരിക്കുകയാണ്. ആ ഗുരുപരമ്പര ശക്തമാണ്. ആഴത്തിൽ ആദർശങ്ങളുള്ള, വേരുകളുള്ള ഒരു ഗുരുപരമ്പരയാണ്. ഈ നമ്പോറ്റിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഏറ്റവും ദീർഘവീക്ഷണത്തോടെ ഗുരുവിന്റെ ആദർശങ്ങൾ ഈ നാട്ടിൽ പറയാൻ, പ്രാവർത്തികമാക്കാൻ, ജനങ്ങളെ പഠിപ്പിക്കാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായ ഉത്തരവാദിത്വം ആത്മീയമായി, ഭൗതികമായി ഈ സ്ഥാപനത്തിൽ ലഭിക്കുന്നു എന്നതും ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. ഗുരുദേവൻ ലോകത്തോട് പറഞ്ഞ ആശയം നമ്മളെല്ലാം ഒന്നാമെന്നാണ്. ഒരുപക്ഷെ ജാതി വ്യവസ്ഥ, അടിമത്വം, സാമൂഹ്യ തിന്മ, ഉച്ചനീചത്വങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ഇതെല്ലാം ത്യജിച്ച് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റി തീർക്കാനുള്ള പോരാട്ടമാണ് അദ്ദേഹം നടത്തുന്നത്. അവിടേക്ക് തിരികെ പോകാൻ നാം ഒരിക്കലും തയ്യാറാകില്ല. എല്ലാത്തിന്റെ അടിസ്ഥാനം സമ്പത്താണ്. സമ്പത്ത് വർദ്ധിക്കുന്നതനുസരിച്ച് മനുഷ്യന്റെ സ്വഭാവത്തിലും മാറ്റം വരും. ഇന്ന് ജാതി വ്യവസ്ഥ എതിർക്കുന്നവർ നാളെ സമ്പന്നനാകുമ്പോൾ ജാതി വ്യവസ്ഥയോടൊപ്പം ചേരാൻ, അന്ധവിശ്വാസം, അനാചാരത്തോടൊപ്പം സഞ്ചരിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത ഒരു മനസ്സാണ് മനുഷ്യനുള്ളത്. അത്തരമൊരു മനസ്സ് നമുക്കുണ്ടാകാതിരിക്കാനാണ് ഗുരുദേവന്റെ ആശയങ്ങളും ആദർശങ്ങളും നമ്മൾ കേൾക്കുന്നതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. ആ നിലയിൽ സാമൂഹ്യമായ പുരോഗതിയാണ് നാം ലക്ഷ്യം വെക്കുന്നത്. ശാസ്ത്രബോധവും യുക്തിബോധവും പ്രായോഗിക ബോധവും എല്ലാം
മുന്നിൽ നിർത്തിക്കൊണ്ട് ആത്മീയമായ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരുന്ന തരത്തിൽ ഗുരുദേവന്റെ ആദർശങ്ങളെ വക്രീകരിക്കാതെ വർത്തമാനകാലത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും ഏറ്റെടുക്കും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം സമൂഹത്തിൽ ചെയ്ത എല്ലാ സംഭാവനകളെയും ഓർക്കുന്നു. തുടർന്ന് നമ്മുടെ സംരംഭത്തിൽ നിന്ന് സ്ഥാപനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ 142ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സാംസ്കാരിക ചട്ടമ്പിസ്വാമികളാണ്. രണ്ടാമത് ശ്രീനാരായണ ഗുരുദേവനാണ്. മൂന്നാമത്തേത് ആചാര്യത്രയത്തിൽ ശുഭാനന്ദ ഗുരുദേവനാണ്. ആചാര്യന്മാർ ഗുരുദേവൻ മാത്രമല്ല. ആചാര്യന്മാരുടെ പ്രത്യേകത ഗുരു പഠിപ്പിക്കുകയുള്ളൂ, ആചാര്യൻ പഠിപ്പിച്ചത് ആചരിക്കും. അതാ ചില ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നതിന് നേരെ വിരുദ്ധമായിട്ടാണ് ജീവിക്കുക. പക്ഷെ ആചാര്യന്മാർ പഠിപ്പിച്ചത് ആചരിക്കുന്നവരാണ്. അങ്ങനെ ആചരിച്ച ഒരു മഹാഗുരുദേവൻ ജനിച്ച മണ്ണിൽ അദ്ദേഹത്തിന്റെ 142ാമത് ജന്മദിനത്തിൽ എന്തോ ഭാഗ്യവും ജന്മാന്തര പുണ്യവും പൂർവജന്മാർജിതമായ സുഹൃതവുമായിരിക്കാം ആത്മലാലിന്റെ രൂപത്തിൽ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ആത്മലാൽ ഗുരുവാണ് അങ്ങേക്ക് പ്രണാമം. ആത്മലാലിലൂടെ എന്നെ ഈ വെളിച്ചത്തിലേക്ക് നയിച്ച വെളിച്ചമായി എന്നും നമ്മുടെ കൂടെയുള്ള ശരീരം വെടിഞ്ഞാലും ആത്മസ്വരൂപമായി അനേകം മനുഷ്യർക്ക് വെളിച്ചമായി വഴികാട്ടുന്ന ശുഭാനന്ദ മഹാഗുരുദേവർക്ക് നമസ്കാരം. അതിനുശേഷം എല്ലാ ആചാര്യ പരമ്പരകൾക്കും നമസ്കാരം. എനിക്കിങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി നിർത്താൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വേറെ അസുഖമൊന്നുമില്ല. പ്രസംഗിക്കാൻ പറയാൻ നിർത്താൻ പറ്റില്ല. അസുഖം തന്നെയാണ്, നാട്ടുകാർക്കാണെങ്കിൽ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ ഓരോ പ്രസംഗിക്കുന്നില്ല. ഗീതാഞ്ജലിയുടെ 2 ഗീതം, അത് ഒരു പ്രാർത്ഥനയാണ്. ഗീതാഞ്ജലി അറിയാമല്ലോ. ഇവിടെ ഞാൻ ഗുരുദേവ ചിത്രം കണ്ടു. അല്ല, ഞാൻ ഇന്ന് യാദൃശ്ചികമായി ഒരു ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടെ ടാഗോറിന്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഹോട്ടലിൽ ടാഗോറിന്റെ ഫോട്ടോ വയ്ക്കുന്ന ഒരു നാടാണ് കേരളം. ടാഗോറിന്റെ ഗീതാഞ്ജലി ലോകം 2 മഹായുദ്ധങ്ങൾക്കിടയിൽ പങ്കെടുച്ചു കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പിടഞ്ഞു മരിച്ചപ്പോൾ നൊബേൽ സമ്മാനം കിട്ടിയ ഇറ്റാലിയൻ എഴുത്തുകാരൻ ലിയോപോൾഡ് ഡയറിയിൽ ഹതാശനായി എഴുതി വെച്ചു, എൻ്റെ നാട് ഇരുട്ടിലേക്ക് പോയിക്കഴിഞ്ഞു, ഇനി സൂര്യോദയം ഉണ്ടാവുകയില്ല. നിരാശയിലേക്ക് കൂട്ടുകൂട്ടിയ അദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ സുഹൃത്ത് ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ശുഭപ്രതീക്ഷ ഉണ്ടാക്കാൻ ഈ പുസ്തകം സഹായിക്കും. അത് വലിയ പ്രധാനമാട്ടോ. ശുഭപ്രതീക്ഷ, പ്രത്യാശ എല്ലാം നശിച്ചു, ലോകം തൊഴുവന്നു, ഇനി നേരെയാവുകയില്ല എന്ന് വിചാരിച്ചാൽ കഴിഞ്ഞു കഥ. ലോകം നേരെയാവും, നാളെയും വരും. ശുഭാനന്ദ ഗുരുദേവൻ നാളെയും വരും. അദ്ദേഹം പോയിട്ടില്ല അല്ലേ, ഇനിയും വരും എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ വലിയ ഗുരുക്കന്മാരും അങ്ങനെ പോകുന്നത്. അവർ പോവുകയില്ല, അവർ വരും. ഏത് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയാലും ഒരു പൊന്നോണ സമൃദ്ധിയില്ലേ, പൊന്നോണം, മാവേലിക്കര, ഓണാട്ടുകര, ഈ പ്രദേശം മുഴുവൻ പൊന്നോണം വിളങ്ങിയിരുന്ന ഒരു നാടാണ്. മാവേലി കരയാണ്, ഓണാട്ടുകരയാണ് ഈ പ്രദേശങ്ങളുടെ അല്ലെ. ഓണാട്ടുകരയുടെ സ്ഥലം, ഓണാട്ടുകരയുടെ ഭാഗം. മാവേലിക്കരയിൽ ഓണം വിളങ്ങിയ നാട്ടിൽ മാവേലി നാടുവാണിടും കാലം ആമോദത്തോടെ വസിക്കും കാലം ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, ദുഷ്ടരെ കൺകൊണ്ട് കാണാനില്ല, നല്ലതല്ലാതെ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിൽ ഏതെങ്കിലും ഒരു സന്യാസി ശ്രേഷ്ഠൻ ഒരു ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തിയ ചരിത്രമുണ്ടെങ്കിൽ അതിൻ്റെയും നിങ്ങളുടെയും സിരകളിലോടുന്ന ചോരയുടെ ഉത്തരവാദിയായ ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ മാത്രമാകുന്നു എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ദളിതർ മാത്രമല്ല,
നായന്മാരും അതേപോലെ താഴേക്കിടയിലുള്ളവരുമായ സർവമാന മനുഷ്യർക്കും യദുകുലജാതനായ ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകൾ അകലം മാറി നിൽക്കേണ്ടുന്ന ഗതികേടിൽ നിന്ന് മാറി യദുകുലജാതനായി ഭൂമിയിലേക്ക് വന്ന ഉണ്ണിക്കണ്ണന് പൂജ നൽകാൻ വിധിക്കപ്പെട്ട ബ്രാഹ്മണ്യ സമൂഹത്തോട് ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ പറഞ്ഞു, നിങ്ങളാണ് ദാസ്യപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നവർ. എന്തേ കാരണം? നിങ്ങളുടെ ദൃഷ്ടിയിൽ യാദവൻ ഇവിടെ ദളിതരിൽപ്പെട്ടവനാണ്. ആ യാദവരിലായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ പിറവിയെടുത്തത് എങ്കിൽ ആ ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടിയിട്ട് സ്വസ്തി പ്രജാപ്യേണ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിമഹീശാം ഗോബ്രാഹ്മണേഭ്യാം ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നു മനുസ്മൃതിയിലൂടെ ചാതുർവർണ്ണ്യത്തിന്റെ വ്യക്തമായ രേഖകൾ വരച്ചു വെച്ചിട്ട് ഒരു ബ്രാഹ്മണന്റെ പശുവിനെ കണ്ടാൽ പോലും അതിനെ ആരാധിച്ചാദരിക്കണമെന്ന് പഠിപ്പിച്ചിട്ട് ലോകത്തിലെ എല്ലാ പ്രജാക്ഷേമ തൽപര പ്രവർത്തനങ്ങളും ഈ ബ്രാഹ്മണന് മാത്രമേ നൽകാൻ പാടുള്ളൂ എന്ന് പറയുന്ന ബ്രാഹ്മണ, നിങ്ങൾ ദാസ്യപ്പണി ചെയ്യുന്നത് യദുകുലജാതനായ കണ്ണന് വേണ്ടിയാകുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനുമായി നിലകൊള്ളുന്ന ഈ ഓരോ മനുഷ്യ ശരീരത്തിലെയും ത്രിയേകത്വം എന്ന് പറയുന്ന ആ മഹനീയമായ സംവിധാനത്തിൽ നമുക്കറിയാം ശിവൻ ഏത് കുലത്തിൽ വന്നവനായിരുന്നുവെന്നും ശിവൻ അഘോരി വംശജനാകുന്നുവെന്നും ശിവന്റെ ഭസ്മം ചുടല ഭസ്മമായിരുന്നുവെന്നും ശിവന്റെ കഴുത്തിൽ തലയോട്ടികളായിരുന്നുവെന്നും ആ ശിവന്റെ ശിരസിലായിരുന്നു നാഗം ചുറ്റിപ്പിളർന്ന് നിന്നത് എന്നും അതേ കൈലാസമാകുന്ന ശിരസിൽ നിന്നാണ് ഗംഗ ഉത്ഭവം ചെയ്യുന്നത് എന്നും പറഞ്ഞപ്പോ അതേ ഗംഗയിലേക്ക് ഇറക്കാൻ അനുവദിക്കാതിരുന്ന വലിയ ഒരു വിഭാഗം ദളിതർക്ക് വേണ്ടി വെള്ളം കോരിയെടുക്കുന്നതിന് ഇറങ്ങി തിരിച്ച ഭാരതം കണ്ട ഋഷീശ്വരനായിരുന്നു ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ. നാം തിരിച്ചറിയേണ്ടുന്ന വസ്തുതകൾ ഇവിടെ പറയേണ്ടുന്നത് പലരും പറയാതിരിക്കുകയാണ്. ഭരണാധികാരികളായാലും ചരിത്രകാരന്മാരായാലും സാംസ്കാരിക നായകന്മാരായാലും കേരളത്തിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ 938 ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ സമുചിതമായ രീതിയിൽ ആഘോഷിക്കുകയും വിപ്ലവ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ലോകത്ത് ഇന്ത്യയിൽ കേരളത്തിൽ ആദ്യമായി 101ഓളം തന്റെ ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാമസങ്കീർത്തനം നടത്തിയിട്ട് വഴിവക്കുകളിലൊക്കെയും ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാർ അതേ സന്യാസി ശ്രേഷ്ഠനിൽ എല്ലാവിധമായ ഒരുക്കങ്ങളും നടത്തുകയും അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ട് ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് ഇവിടുത്തെ പാവങ്ങൾക്ക് ക്ഷേത്രങ്ങൾ തുറന്നു കൊടുക്കണമെന്ന് സമരം ചെയ്ത ഒരു സന്യാസി ശ്രേഷ്ഠനെ ചരിത്രം മറക്കുകയും ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയ ആ ഡേറ്റ് മാത്രം ചരിത്രത്തിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നത് വിരോധാഭാസമാണ്. അതുകൊണ്ട് ഏതേത് കാലഘട്ടത്തിൽ ശ്രീ ശുഭാനന്ദ ഗുരുദേവനെ ആരൊക്കെ തമസ്കരിക്കുവാൻ തയ്യാറാകുന്നുവോ ആ അന്ന് കണ്ട 5 ചിഹ്നങ്ങളിലൊന്നായ ബാലാർക്ക ബിംബത്തിനോടൊപ്പമുള്ള ഉദയസൂര്യനെ പോലെ ശുഭാനന്ദ ഗുരുദേവൻ ഈ പ്രപഞ്ചമൊന്നടങ്കം ഉദിച്ചു നിൽക്കുക തന്നെ ചെയ്യും. ആരൊക്കെ ഏതെല്ലാം മൂടുപടം കൊണ്ട് ആ സൂര്യനെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അതിന്റെ നിഴൽ വീഴാത്ത ഒരു തരിമണ്ണ് പോലും പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ഈ 142ാമത് ജന്മദിനാഘോഷത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത്ര മനോഹരമായ ശുഭാനന്ദ ആദർശത്തെ കുറിച്ച് എനിക്ക് മുമ്പുണ്ടായിരുന്ന പ്രാസംഗികർ പ്രസംഗിച്ചപ്പോൾ അവിടെ ഇനി വലിയൊരു ആധ്യാത്മിക പ്രസംഗത്തിനോ അല്ലെങ്കിൽ ഈ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസംഗം നടത്താനോ സമയവുമില്ല. അതിനുള്ള കഴിവ് എൻ്റെ ഗുരുനാഥന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയ ഒരു വലിയ ഒരു അറിവാണ് ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ പങ്കുവയ്ക്കുന്നത്. എല്ലാവരും ശുഭാനന്ദ ആദർശത്തിൽ വന്ന് ഭഗവാന്റെ തിരുവായ്മൊഴികൾ കേട്ട് സത്യം കേട്ട് ശിഷ്യരായി ജീവിക്കുന്നു. അവിടെ നിന്നും ഓരോരുത്തരെ ഉന്നതമാകുന്ന ഓരോ ഭാഗ്യത്തിന്റെ അവസ്ഥയിലേക്ക് ഭഗവാൻ നയിക്കുന്നു, സന്യാസിമാരാക്കുന്നു, ആചാര്യ ഭാവത്തിൽ ജീവിക്കുന്നു.
ജീവിക്കുന്നവരുണ്ട്, ശാഖാ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. എന്നാൽ ഞാൻ ഈ ഇടയ്ക്ക് എനിക്ക് ഏറ്റവും ആദരണീയനായ ശുഭാനന്ദ സ്വാമികളോട്, അദ്ദേഹം രോഗഗ്രസ്തനായിരിക്കുകയാണ്, എങ്കിലും ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ നാവിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ ഭഗവാന്റെ അറിവിൻ്റെ മുത്തുമണികളായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ എന്നെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആ രോഗാവസ്ഥയിൽ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി വിശ്രമിക്കാനായിട്ട് മുറിയിൽ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ ഇരിക്കേ, എന്നിട്ട് എന്നോട് ചോദിക്കേ. അപ്പൊ ഞാൻ ചോദിച്ചു, ശിവാനന്ദ സ്വാമി, വിജ്ഞാനാനന്ദ സ്വാമി, ഇല്ലെങ്കിൽ ഒരു ഭക്തൻ, ഒരു ഭക്ത, ഭഗവാൻ ഈ സ്ഥാനങ്ങളെല്ലാം നമുക്ക് ഒരുക്കി തന്നുകൊണ്ട് നമ്മളെ നിലനിർത്തിയിരിക്കുന്നു, അതിനെക്കുറിച്ച് എന്താണ് സ്വാമിക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു. സ്വാമി ഒറ്റ വാക്കിലെ മറുപടി പറയാറുണ്ട്, ഒരു സ്ഥാനം നമ്മൾക്ക് കിട്ടിയാൽ ആ സ്ഥാനം ലബ്ധമാക്കണമെങ്കിൽ അതിനൊരു യോഗ്യത നമ്മളിൽ ഉണ്ടാക്കണം. ആ യോഗ്യതയ്ക്ക് വേണ്ടിയാണ് ഭഗവാൻ നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ശിവാനന്ദ ആദർശത്തിൽ എത്ര നാൾ ജീവിച്ചു, എങ്ങനെ ജീവിച്ചു എന്നുള്ളതിലല്ല, ആദർശത്തെ എപ്രകാരം നമ്മൾ മനസ്സിലാക്കി, ഗുരുവിനെ എപ്രകാരം സ്വന്തമാക്കി, ഗുരുതത്വങ്ങൾ നമ്മളിൽ എപ്രകാരം ഉദയം ചെയ്തു, നമ്മുടെ ആത്മാവിൽ എത്രമാത്രം അത് പ്രതിഫലിച്ച് കാണുന്നുണ്ട്, മറ്റുള്ളവരിലേക്ക് അത് എപ്രകാരം പകർന്നു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആ ഒറ്റ വാക്കിലുള്ള അർത്ഥമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഈ വേഷത്തിലൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ വേഷത്തിന് ഭഗവാൻ കൽപ്പിക്കുന്ന യോഗ്യത നേടിയെടുക്കുക എന്നുള്ളത് എൻ്റെ ജോലിയാണ്, എൻ്റെ പരിശ്രമമാണ്, എൻ്റെ കർമ്മമാണ്. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ നല്ല വിധത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുക എന്നുള്ള ഒരൊറ്റ അപേക്ഷയോടുകൂടി ഈ 142ാമത് പൂരൻ ജന്മനക്ഷത്ര മഹോത്സവം നാളെ അതിൻ്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ നമ്മൾക്കൊരു പുതിയ പ്രതിജ്ഞ എടുക്കാം. 143ാമത് പൂരൻ ജന്മനക്ഷത്രം വരുമ്പോൾ നമ്മൾ ഇതിലും ആത്മീയമായി ഉയർന്ന് ഗുരുവിനോട് ഒന്നുകൂടി അടുത്ത് ഗുരുവിനെ സ്വന്തമായി കാണത്തക്ക വിധത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യണം, ഞങ്ങൾ പരിശ്രമിക്കുന്നതായിരിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി നമ്മൾക്ക് ഈ 142ാമത് പൂരൻ ജന്മനക്ഷത്രം ആഘോഷിച്ച് ഭഗവാന്റെ ആ കാരുണ്യം അനുഭവിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും സാധിക്കട്ടെ. അറിവില്ലാഞ്ഞുകൊണ്ട് അത് അന്ധകാരമാകുന്ന, അറിവില്ലാഞ്ഞാകുന്ന അന്ധകാരത്തിൽ ഉടർന്നു കിടന്ന ആത്മാക്കളെയാണ് ഭഗവാൻ എപ്പോഴും ഉദ്ധരിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് രാമകലമില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ പേരിൽ അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാരുടെ ആ കൂട്ടത്തിൽ ഭഗവാന്റെ പേര് ഉൾപ്പെടുത്താതെ ഭഗവാന്റെ പേര് ഇന്നും ഇരുട്ടിക്കിടന്ന് തപ്പുവാണ്. അപ്പൊ ഒരു കാര്യമുണ്ട്, സത്യത്തിനെ എല്ലാ കാലത്തും ആർക്കും മറച്ചു വെക്കാൻ ഒക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും. ഈ കൂട്ടത്തിൽ ഭഗവാന്റെ പേര് അല്ലെന്നതിൽ എന്നിപ്പം നമ്മൾ പഠിക്കാനുള്ള നമ്മുടെ ഈ സിലബസിനകത്ത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ 1ാം ക്ലാസ് തൊട്ട് അങ്ങേറ്റ PG വരെയുള്ള എല്ലാ കാര്യത്തിനും അതിൻ്റെതായിരിക്കുന്ന മൂല്യമനുസരിച്ച് ശുഭാനന്ദനെ പറ്റി പഠിക്കുന്ന ഒരു നാട് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവുമെന്നുള്ള യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അത് ഉണ്ടായേ തീരൂ. കാരണം അത് സത്യമാണ്, സത്യത്തിന് നിലനിൽപ്പുണ്ട്. ഇന്നലെ താൽക്കാലികമായിരിക്കുന്ന ചില വിജയങ്ങൾ ചിലപ്പം അതുണ്ടാവാം, പക്ഷെ അത് താൽക്കാലികം, അത് ക്ഷണഭംഗുരമാണ്. സത്യത്തിന് എന്നായാലും നിലനിൽപ്പുണ്ടായി. ഈ സത്യം സത്യമാണെന്നുള്ളത് ആത്മബോധികളായിരിക്കുന്ന നമ്മക്കല്ല, ഇന്നത്തെ ഈ വളർത്തുന്ന സർവ്വ ആളുകൾക്ക് അറിയാവുന്ന ഒരു പരമസത്യമാണ്. അതിനെ മൂടി വെച്ചിരിക്കാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ ചില പ്രത്യേകമായിരിക്കുന്ന ചില താല്പര്യങ്ങൾ കൊണ്ടാണെന്നുള്ളത് യാതൊരു സംശയമില്ല. മാത്രമല്ല ഇപ്പൊ തന്നെ വന്നിട്ട് പലരും പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയായിരുന്നു, ഭഗവാൻ ഇങ്ങനെ ഭഗവാൻ എന്തുവാ അവതരമായിട്ട് വന്നത് ഈ പുഴുകുത്തി അതിനകത്ത് ഇല വെച്ച് കഞ്ഞി കൊടുക്കുന്നത് മാറ്റാനാണോ വന്നത്? അല്ലല്ല, ഭഗവാൻ വന്ന അതിനല്ല. ജനങ്ങളെ ഏറ്റവും താഴെ കിടക്കാതിരിക്കുന്ന ദുഃഖത്തിന്റെ പരമകാഴ്ച കിടക്കുന്നവരെ മേലെ ഉദ്ധരിക്കാനാണ്, ഉദ്ധാരകനായിട്ടാണ് ഭഗവാൻ വന്നത്. അല്ലാതെ പുഴുകുത്തി അതിനകത്ത് കഞ്ഞി വെച്ച് കൊടുക്കുന്നവരുടെ അത് മാറ്റാനോ അല്ലെങ്കിൽ ദുഃഖം മാറ്റാൻ അത് മാത്രമല്ല. ഭഗവാന്റെ ഉദ്ദേശം തന്നെ എവിടുന്ന് ആത്മാവ് ഉത്ഭവിച്ചോ ആ ഉത്ഭവസ്ഥാനത്ത് ആത്മാവിനെ എത്തിക്കാനുള്ള മറവായ അറിവിനെ തെളിയിക്കുന്നതിന് വേണ്ടിയാണ് തമ്പുരാൻ ദേവോദാരമായി വന്നത്. അപ്പം ഈ പറഞ്ഞിട്ട് അതൊക്കെ ഒരു മുതലക്കണ്ണീർ ഒഴുക്കുക എന്നല്ലാതാണ്ട് അതിനകത്ത് ആത്മാർത്ഥതയില്ല. ഈ ആത്മാർത്ഥത ഈ പറയുന്നത് ആ കാര്യങ്ങൾ നടത്താൻ കഴിവുള്ള ആളുകളാണ് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്. അത് ഖേദകരമായ കാര്യമാണ്. അതിനെ മുതലക്കണ്ണീർ തന്നെ നമുക്ക് പറയാനൊക്കത്തുള്ളൂ. അവര് വിചാരിച്ചാൽ ഈ പറയുന്ന മാറ്റങ്ങൾക്ക് വരുത്താം. അതിന്റെ
എന്തുകൊണ്ടും ശുഭാനന്ദന്റെ പേര് അതിനകത്ത് വന്നില്ല. ഇത് മാറ്റിയെടുക്കാൻ എന്ത് നമുക്ക് ചെയ്യാൻ നോക്കും? തീർച്ചയായിട്ടും അവരൊക്കെ വിചാരിച്ചാൽ ഇപ്പൊ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ നോക്കിയിട്ട് ചന്ദ്രനെ നോക്കിയിട്ട് പട്ടി പൊരിക്കുന്ന പോലെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതല്ല, ഇത് സാധിക്കുന്ന ആൾക്കാർ അതിനുവേണ്ടി മുൻകൈയെടുക്കാതെ കണ്ട് വന്നിട്ട് ഇങ്ങനെ ഉപരിപ്ലവമായിട്ട് ചില കാര്യങ്ങൾ വന്നിട്ട് ഒരു കൈയും മാറ്റിട്ട് പോയി കഴിഞ്ഞാൽ ഈ കാര്യം പിന്നെയും പഴയതായിട്ട് അവിടെ കിടക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഈ 140 ദൂരം മഹോത്സവം ആഘോഷിക്കുന്ന സമയത്ത് നമ്മളൊന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കണം. 141 വർഷം ഒരു കൊല്ലം വേണമെന്നൊരു കുഞ്ഞിന്റെ ജന്മം ഇത് ആഘോഷം വേണമെങ്കിൽ അപ്പൊ 141 കൊല്ലം കൊണ്ട് നമ്മൾ എന്തൊക്കെ സഹായിച്ചു, എന്തെല്ലാം പരിവർത്തനങ്ങൾ ഇപ്പൊ തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് ശരിയാ. പക്ഷേ എന്തുകൊണ്ട് ഈ നവോത്ഥാന അല്ലെങ്കിൽ ഈ കേരളത്തിന്റെ ചരിത്രത്തിനകത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഇതിനു വേണ്ടിയിട്ട് എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തിട്ടുള്ള, എത്ര പ്രാവശ്യം വർക്കലയിലും തിരുവനന്തപുരത്തും എന്നുവല്ല ഇതെല്ലാം സ്ഥലത്ത് പോയിരിക്കുന്ന ഈ പുണ്യാത്മാവിനെ എന്തുകൊണ്ട് നമസ്കരിക്കൂ? ഈ ലോകം എന്തുകൊണ്ട് നമസ്കരിക്കൂ? അതിനെന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും? ഈ നമ്മുടെ ഗുരുനാഥന്റെ പേര് നവോത്ഥാനതായ അങ്ങനെ കേരള ചരിത്രത്തിൽ എന്തായാലും സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു പുണ്യനാമമാണ്. ആ നാമത്തിന് എന്നായാലും നമുക്ക് ശുഭാനന്ദന്റെ ആ പേര് എന്നായാലും നമുക്ക് അതിനകത്ത് ആലേഖനം ചെയ്യേണ്ട ഒരു ദിവസം ഉണ്ടാവണം. അതിനുവേണ്ടി നമുക്ക് അങ്ങേറ്റത്തെ ആ ജീവനമായിട്ടുള്ള പ്രവർത്തനം നടത്തണമെന്ന്, അതായിരിക്കണം നമ്മുടെ ഈ പ്രാവശ്യത്തെ പൂരം മഹോത്സവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അടിയന്റെ വാക്കുകൾ ഇതേ ഒരു കാര്യങ്ങൾ പൊന്നുതമ്പരാനിയെ ഇതുപോലെ ആ തൃക്കുടിയേക്ക് വരുന്ന ഇതുവരെ എല്ലാ കാര്യങ്ങളും എല്ലാം ഒരു ശബ്ദത്തിന്റെ മതിമുകൊണ്ട് കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് നടക്കുന്നു. ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ നാളത്തേത് എല്ലാം ഭംഗിയായിട്ട് നടത്താൻ തമ്പുരാന്റെ കരുണയുണ്ടാകുന്ന വേണ്ടി യാചിച്ച് അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രദർശനവും കാര്യങ്ങളും ഒക്കെ നടക്കണം. അതെല്ലാം മംഗളമായിട്ട് നടക്കേണ്ടതുകൊണ്ട് അടിയന്റെ വാക്കുകൾ ഒരുപാട് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ സുബ്രഹ്മണ്യയുടെ 142ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനമാണ്. നമ്മൾ ഈ പേര് വെച്ചതുപോലെ തന്നെ ഒട്ടും സാംസ്കാരിക ചോർച്ച സംഭവിക്കാതെ തന്നെ വളരെ സംസ്കാര സമ്പന്നമായ ഒരു സദസ്സായിരുന്നു. ഇവിടെ നമുക്ക് ഭഗവാന്റെ കാര്യത്തിൽ കൂടി ലഭിച്ചത്. ഞാൻ കൂടുതൽ ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് പ്രദേശത്തിലുള്ള ബെല്ലടിച്ചു. അതുപോലെ തന്നെ സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. എന്നാലും ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവതരൂഢികൾ നമുക്കായി തന്നിട്ടുള്ളത് ശിവാനന്ദ ഗുരുദേവതരൂഢികൾ സ്ഥാപിച്ച ആത്മബോധോദയ സംഘം നമ്മൾ ഒരു പ്രദേശത്തിനോ ഒരു ജാതിക്കോ ഒരു മതത്തിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ വേണ്ടി മാത്രമല്ല അത് സ്ഥാപിച്ചത് നമ്മുടെ ആത്മാക്കളിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് അറിവുകൾ തന്നുകൊണ്ട് നമ്മളെ വീണ്ടെടുത്ത് രക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഗുരുദേവൻ നമുക്കായി ഈ ആദർശം സ്ഥാപിച്ചുകൊണ്ട് വാഴുകയാണ്. ഈ നമ്മൾ സാധാരണ രീതിയിൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഒരു വ്യക്തി നന്നായാൽ ഒരു കുടുംബം നന്നാകും, കുടുംബം നന്നായാൽ സമൂഹം നന്നാകും, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ശുഭാനന്ദ ഗുരുദേവൻ വിഭാവനം ചെയ്ത ഈ ആദർശം ഓരോ മനുഷ്യ ഹൃദയത്തിലേക്ക് തന്നുകൊണ്ട് അവൻ്റെ കുടുംബം ഭദ്രമുള്ളതാക്കി തീർത്ത് കുടുംബജീവിതം ഗൃഹസ്ഥാശ്രമ ജീവിതമാക്കി തീർത്തുകൊണ്ട് വളരെ സമ്പന്നമായ ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് ഭഗവാൻ നമ്മളെ ഇന്നും പോറ്റിപ്പുറത്തിലാണ്. ഇവിടെ ചെണ്ടമേളത്തിൻ്റെ സൗകര്യങ്ങളൊന്നും ഞാൻ നിർത്തുകയാണ്. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുന്നു. ആദ്യമായി ഈ സമ്മേളനം ഇത്രയും അനുഗ്രഹപ്രദമായി നടത്താൻ ഭഗവാന്റെ കാരുണ്യം ഉണ്ടായി. അതിന് ഭഗവാനോട് കൂടാനും കൂടി നന്ദി പറഞ്ഞ് സ്തുതിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെയൊരു അവസരം തന്ന അമ്പൂറ്റിയോട് ദേവാനന്ദ ഗുരുദേവത്തിലൂടികളോടുള്ള നന്ദിയും കൃതജ്ഞതയും ഈ അവസരം അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ചത് സ്വാമി ജ്യോതിർമയാനന്ദൻ സ്വാമിയാണ്. സ്വാമി സംസ്കാരത്തെക്കുറിച്ചും സംസ്കാരത്തിൻ്റെ അത് പൂർത്തീകരിക്കാനുള്ള സമയം കിട്ടിയില്ലെന്ന് തോന്നുന്നു. എന്നാലും ഒട്ടനവധിയായുള്ള കാര്യങ്ങൾ സ്വാമി സംസ്കാരത്തെക്കുറിച്ച് കൂടുതലായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. സ്വാമിക്ക് എൻ്റെ പേരിലും ഈ യോഗത്തിൻ്റെ പേരിലും ഉള്ള കൃതജ്ഞത അറിയിച്ചു. അടുത്തത് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട കേരള ഫിഷറീസ്
സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. അദ്ദേഹം നമ്മുടെ ഇവിടെ അറിയപ്പെടുന്നതിന് ചെറുന്നൂരിൻ്റെ വികസന നായകൻ എന്നാണ്. അദ്ദേഹം നമ്മുടെ ആദർശവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിനും ഈ യോഗത്തിൻ്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തത് നമുക്ക് ഇവിടെ എത്തിയില്ലെങ്കിൽ പോലും നമ്മളിത് പരാമർശിച്ച് പോകാതിരിക്കാൻ പറ്റത്തില്ല. പത്മശ്രീ ഡോക്ടർ എ വേലുവാജ് ആനന്ദാചാര്യാണ്. അദ്ദേഹം ഇവിടെ ഇന്ന് എത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും നമ്മുടെ ആദർശത്തിന് ഒരു അടയാളമായി മാറാൻ പോകുന്ന ഒരു വലിയ സംരംഭത്തിൻ്റെ സ്ഥപതിയാണ്. അദ്ദേഹത്തിനും ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി കൃതജ്ഞതയും അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തിയ ആലങ്കോട് ലീലാകൃഷ്ണൻ സാർ, അദ്ദേഹം കവിതയുൾപ്പെടെ വളരെ മനോഹരമായി എല്ലാവരും ശ്രദ്ധിച്ച് അല്പനേരം പോലും ഒന്ന് മറ്റ് ചിന്തകളിൽ പോലും പോകാത്ത തരത്തിലുള്ള പ്രഭാഷണമായിരുന്നു. അത് തന്നെയുമല്ല, നമ്മുടെ ഭഗവാനെ ഇങ്ങനെ ഇത്രയും ദൂര പ്രദേശത്തുള്ള ഒരാൾ ഭഗവാനെ ഇങ്ങനെ ഒന്ന് മഹത്വപ്പെടുത്തുമ്പോൾ അത് നമുക്ക് കേട്ടിരിക്കുന്ന ആത്മാബോധികളായ നമുക്ക് ഏറ്റവും മനസ്സിൽ കുളിർമയും തരുന്ന ഒന്നാണ്. അത്തരത്തിൽ നല്ലൊരു പ്രഭാഷണം നടത്തിയ ആനന്ദോട് ലീലാകൃഷ്ണൻ സാറിന് ഈ യോഗത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തത് മുഖ്യ ആശംസ അറിയിച്ച ശ്രീ PM സലാം മുസ്ലിയാർ അവരുകളാണ്. അദ്ദേഹം നമ്മുടെ ഒരു വിശ്വാസിയും നമ്മുടെ ഒരു ബന്ധുവും നമ്മുടെ എപ്പോഴും നമ്മളോടൊത്ത് നമ്മുടെ നിരവധി ശാഖകളിൽ ഒക്കെ തന്നെ സഹകരിക്കുകയും അവിടെ പ്രഭാഷണങ്ങൾ നടത്തുകയും വേണ്ട അനുഗ്രഹങ്ങൾ ഒക്കെ തരുന്ന ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തിനും ഈ യോഗത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തത് സ്വാമി വിജ്ഞാനാനന്ദൻ. സ്വാമി നമ്മുടെ ഇന്ത്യയിലുടനീളം ഉള്ള ആശ്രമങ്ങളിൽ ആദർശ പ്രവർത്തനത്തിന് പോവുകയും അതെല്ലാം വിജയകരമായി അത് നന്നായിട്ട് നടത്തിക്കൊണ്ടു പോവുകയും അതിനുവേണ്ട പ്രചോദനം നൽകുകയും ഒക്കെ ചെയ്യുന്ന സ്വാമിക്ക് ഈ യോഗത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തത് സ്വാമി ഗുരുവചാനന്ദൻ. സ്വാമി ഒരു വലിയ ത്യാഗി എന്ന് വേണം പറയാൻ. വലിയ ഒരു കഥകളി ആചാര്യനായിരുന്ന സ്വാമി പിന്നീട് നമ്മുടെ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്ന് ആദർശ പ്രവർത്തനം വളരെ ഭംഗിയായി നടത്തുന്ന ഗുരുപൂജാനന്ദ സ്വാമിക്ക് ഈ യോഗത്തിൻ്റെ പേരിലും ഇതിൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. അടുത്തത് സ്വാഗതം ആശംസിച്ച അശോക് കുമാർ സാറാണ്. സാറ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സ്വാഗത പ്രസംഗം വളരെ ഭംഗിയായി ഇവിടെ അവതരിപ്പിച്ചു. സാറിനും ഈ യോഗത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ ഈശ്വര പ്രാർത്ഥന രാജലക്ഷ്മി ജിനും, അതുപോലെ നമ്മുടെ എല്ലാമെല്ലാമായ ഉമ്മ ടീച്ചർ, നമ്മുടെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ, അങ്ങനെ ഒട്ടത് പരിമലമനോജ്, ആത്മലാൽക്കർ, അതുപോലെ തന്നെ നമുക്ക് വളരെ രുചികരമായ ഭക്ഷണങ്ങൾ പാചകം ചെയ്തു തരുന്ന അവിടെ നിരന്തരമായി അവിടെ വളരെ കഷ്ടപ്പെട്ട് ജോലിയെടുക്കുന്ന കുറേ നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവർക്കും ഈ യോഗത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ കുടിയേറ്റ ദിവസത്തിന് തൊട്ട് മുമ്പ് തന്നെയുള്ള ദിവസങ്ങളിൽ തന്നെ ഇവിടെ വന്നു ഈ ഇതിൻ്റെ പരിസരവും ഈ ആശ്രമവും പരിസരവും ഒക്കെ വളരെ ശുചിയായി ആരും വന്ന് കണ്ടാൽ വളരെ മനോഹരമായി ഇവിടെ കിടക്കുന്നത്. കാരണം അത്തരം ഒരു പറ്റ ആളുകളുടെ കഠിനാധ്വാനമാണ്. അവരെ ആരെയും എല്ലാവരെയും ഈ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. ഞാൻ സമയപ്രഭം പോലെ നിർത്തുന്നു. ആർക്കെങ്കിലും കൃതജ്ഞത അറിയിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി